സമാനതകളില്ലാത്ത ആക്രമണമാണ്. ഈ കേസ് അന്വേഷണത്തിന്റെ തുടക്കഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതി നൽകിയ യുവതി നേരിട്ടത്. അതിന്റെ മുന്നിൽ നിന്ന് നയിച്ച ആൾ രാഹുൽ ഈശ്വറാണ്. പലരും ഉപദേശിച്ചതാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ യുവതിയെ അതിജീവിതയെ എന്തിനാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നതെന്ന് പരസ്യമായി തന്നെ ഒരുപാട് പേർ ചോദിച്ചതുമാണ്. ഗൂഗിൾ ഉറപ്പായിട്ടും പലതരം മാനങ്ങളുള്ള ഒരു സംഭവമായി, ഒരു കോടതി നീക്കമായി നമുക്കിതിനെ കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നൽകിയിരിക്കുന്ന പരാതിയും ആ കേസും, അല്ലെങ്കിൽ ആ കേസിന്റെ നടപടികൾ, പോലീസ് നടത്തുന്ന അന്വേഷണം, അതുൾപ്പെടെ പരാതിക്കാരിയുടെ പ്രിവിലേജുകളെ അല്ലെങ്കിൽ അതിജീവിതയുടെ പ്രിവിലേജിനെ കോടതി കാര്യമായി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ വിധിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള നീക്കത്തിൽ നിന്ന് നമുക്ക് രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള നീക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം. ഇന്ന് രണ്ടാമത്തെ കാര്യമാകട്ടെ, ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ എടുത്തൊരു സ്റ്റാൻഡ് അത് വളരെ കൃത്യമായിരുന്നു. സൈബർ പോലീസിനെ സംബന്ധിച്ച് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപ് ചെയ്തിട്ടതുപോലെ കേവലം സൈബർ അധിക്ഷേപമല്ല, മറിച്ച് ഒരു വളരെ ഗൗരവമുള്ളൊരു പരാതിയുണ്ട്. ആ പരാതിയിൽ കേസിന്റെ അന്വേഷണം വളരെ പ്രധാനപ്പെട്ട അതാണ്. ഏതായാലും മുൻപും ഇത്തരത്തിൽ സമാന പരാതികൾ രാഹുൽ ഈശ്വറിനെതിരെ ഉയർന്നതാണ്. ആ കേസുകളിലൊക്കെ നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ അവരുടെ വ്യക്തിവിവരങ്ങൾ പുറത്തുവിടുന്ന തരത്തിലുള്ള അധിക്ഷേപം, സൈബർ അധിക്ഷേപം നടത്തിയത്. ഏതായാലും ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നു. ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു കോടതി. 14 ദിവസത്തേക്കാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.